വിദേശ മലയാളികൾക്ക് വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിലും റിസ്കിലും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു ബിസിനസ് കാറ്റഗറിയാണ് പ്രൊഫഷണൽ വെയർഹൗസിംഗ്. റഫ്ലി 15% കൂടുതൽ റിട്ടേൺ നൽകാൻ കഴിയുന്ന ബിസിനസ്സാണ് പ്രൊഫഷണൽ വെയർഹൗസിംഗ്. റെൻ്റൽ ഈൽഡിലും അസറ്റ് അപ്രിസിയേഷനും ഒരുപോലെ കൂടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് പ്രൊഫഷണൽ വെയർഹൗസിംഗ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. മിക്ക പ്രോഡക്റ്റ് ഡെലിവറികളും ഇന്ന് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴി ആയതുകൊണ്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങി മേജർ ഇ-കൊമേഴ്സ് കമ്പനികളെല്ലാം ഇന്ത്യയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സ്റ്റോറേജ് സ്കാർസിറ്റി. 10% മുതൽ 15%-നും ഇടയിലാണ് ഓരോ പ്രോഡക്റ്റിന്മേലും ലോജിസ്റ്റിക്കും സ്റ്റോറേജ് ചാർജും ആപ്ലിക്കബിൾ ആകുന്നത്. ഇത് കുറച്ചു കൊണ്ടുവരുന്നതിന് വ്യാപകമായ വെയർഹൗസിംഗ് ഫെസിലിറ്റീസ് എല്ലാ കമ്പനികൾക്കും ആവശ്യമാണ്. ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും അതിവേഗത്തിൽ വളരുന്ന ഓൺലൈൻ മാർക്കറ്റ് ശൃംഖലയാണ്. ഓൺലൈൻ കമ്പനികളുടെ തന്നെ പഠനം കാണിക്കുന്നത് അതിവേഗത്തിൽ ഡെലിവറി നൽകാൻ കഴിയുന്ന പ്രോഡക്റ്റ് കാറ്റഗറികളാണ് ഏറ്റവും അധികം കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വൈഡായിട്ടുള്ള വെയർഹൗസിംഗ് നെറ്റ്വർക്കുകൾ ഉള്ള കമ്പനികൾക്ക് മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഇനി പറയുന്ന കാര്യമാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കേരളത്തിലെ പ്രധാനപ്പെട്ട സീ പോർട്ടുകൾക്കോ എയർപോർട്ടുകൾക്കോ സമീപം മാക്സിമം 1 hour ട്രാവൽ ഡിസ്റ്റൻസ് ഉള്ള ഏരിയകളിൽ കണ്ടെയ്നറുകൾ ഓഫ്ലോഡ് ചെയ്യാൻ കഴിയുന്ന റോഡ് വിടുത്തുള്ള സ്ഥലങ്ങളാണ് ഇതിന് ഐഡിയലായ ലൊക്കേഷൻ. ഇത്തരം വെയർഹൗസുകൾക്ക് വേണ്ട സ്പെസിഫിക്കേഷൻ വളരെ ഡിഫൈനാണ്. 10,000 സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കും. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇതിന് വേണ്ടി വരുന്ന ഏകദേശം ഇൻവെസ്റ്റ്മെൻറ്റ് 1 കോടി മുതൽ 1.5 കോടി രൂപ വരെയാണ്.